എല്ലാവർക്കും സുജാസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളം മൂവാണ്ടെന്നൊക്കെ പറയില്ലേ, ആ മാങ്ങയാണ്. ഇതിൻ്റെ ഉള്ളിലെ അണ്ടിയൊക്കെ നല്ല ഉറച്ചിരിക്കും. ഇത് ഇങ്ങനെ തന്നെ അത് അണ്ടിയോടക്കനെ കട്ട് ചെയ്തിട്ട് ആന്ധ്രക്കാരൊരു അച്ചാറുണ്ടാക്കും. ഞാൻ അവിടെ ബീഹാറിലുള്ളപ്പോൾ എൻ്റെ അടുത്ത വീട്ടുകാർ ഒരു ആന്ധ്രക്കാരായിരുന്നു. അപ്പോൾ അവരുണ്ട് പഠിപ്പിച്ചെന്നതാണ്. ആവക്കാന്ന് അതിന് പറയുക. ഇത് 1 കൊല്ലോ 2 കൊല്ലോ വെച്ചാലും കൂടി കേടുവരില്ല ആ അച്ചാർ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഇതൊരു 3 കിലോളം മാങ്ങ ഉണ്ട്. ഇത് നമ്മൾ കഴുകി നല്ല വെള്ളമൊക്കെ ഉണക്കിയതാണ്. അപ്പോൾ അത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ പതുക്കെ ആമറ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ചെതറാൻ പാടില്ല അങ്ങനെ. ഇതിൻ്റെ ഉള്ളിലിട്ട് അണ്ടി ഈ കളയുക. പിന്നെ ഈ കട്ടിയുള്ള അണ്ടി കൊടുക്കണ തന്നെ നമ്മളിത് കട്ട് ചെയ്യണം. മരത്തിൻ്റെ ഒരു തടി എടുക്കണം. മരത്തിൽ വെച്ചാൽ അത് ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ചെതറിപ്പോകും. നമ്മൾ മാങ്ങ എടുത്തിട്ട് ഇതിൻ്റെ ഞെട്ടി ഭാഗം കട്ട് ചെയ്ത് കളയും. ഇതിനെ കത്തിയിൽ വെച്ചിട്ട് ഈ ആമർ കൊണ്ട് പതുക്കെ അടിക്കണം. മുറിച്ചിട്ട കഷ്ണങ്ങളൊക്കെ ഒരു പേപ്പറിൽ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. ഇനി ഇത് ഫാനിൻ്റെ ചോട്ടിലിട്ടിരിക്കുക. ഒരു രാത്രി ഇതിങ്ങനെ കിടക്കണം. വെയിലത്തിടരുത്, ഇതിങ്ങനെ തന്നെ കിടക്കണം. ഇതിൽ എല്ലാതിൻ്റെയും കണ്ട അതിൻ്റെ കട്ടിയുള്ള ഭാഗം ഇതിൽ നിൽക്കണം കേട്ടോ. കട്ടിയില്ലാത്ത അത് അതിലിടരുത്. എല്ലാറ്റിനും ആ കട്ടിയുള്ള ഭാഗം തോട് കൂടിയിട്ടാണ് ഇത് മുറിച്ചിരിക്കുന്നത്. ഇത് രാത്രി മുഴുവൻ ഇങ്ങനെ പേപ്പറിൻ്റെ മുകളിൽ കിടക്കട്ടെ. അപ്പം നമ്മൾ ഒരു ദിവസം മുഴുവൻ രാത്രി ഇതിങ്ങനെ പരത്തിയിട്ടു കേട്ടോ. ഇനി പിറ്റേ ദിവസം ഇതിൻ്റെ മുകളിൽ ഇത് കണ്ടോ, ഇതുപോലെ ഒരു പാട പോലത്തെ ഒരു തൊലി ഇതെടുത്ത് മാറ്റണം എല്ലാതിൻ്റെയും. ഇതുപോലത്തെ തൊലി ചിലതിൻ്റെ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ തന്നെ പോയിട്ടുണ്ടാവും, ചിലത് ഇതിൽ തന്നെ നിൽക്കും. ഈ തൊലി എടുത്ത് മാറ്റും എല്ലാതിൻ്റെയും. മാങ്ങ കഷ്ണങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്തു. ഇനി ഇത് നമ്മൾ വൃത്തിയുള്ള ഒരു കുപ്പിയിലേക്ക് എടുക്കുക. ഇതിൻ്റെ അടിയിൽ കല്ലുപ്പാണ്, ഒരു പിടി കല്ലുപ്പ് ഇടുക. എന്നിട്ട് ഈ മാങ്ങ കഷ്ണങ്ങൾ വാരിയിടാം. രണ്ട് പിടി ഇടുക. പിന്നെ ഉപ്പ് വാരിയിടാം. ഇതൊക്കെ ഒരു കയ്യളവാണ്. രണ്ട് പിടി ഇതിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇത് ഉപ്പിടാം. അങ്ങനാക്കി ഇത് നമ്മൾ ഇനി ഇത് അടച്ച് വെക്കണം. ഇത്
ഇങ്ങനെ 3 ദിവസം നമ്മൾ ഇങ്ങനെ അടച്ച് വയ്ക്കുക. ദിവസം രാവിലെ ഇതെടുത്തിട്ട് ഇങ്ങനെ കുലുക്കി വിടണം. എന്താ വെച്ചാൽ ഈ ഉപ്പിൻ്റെ അംശമൊക്കെ അടിയിൽ പോയിട്ടുണ്ടാവും, ഈ മുകളിലത്തെ മാങ്ങയിൽ പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ 3 ദിവസം നമ്മൾ ഇതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും, വെള്ളവും മാങ്ങയും കൂടി ഇങ്ങനെ കുലുക്കി വെക്കണം. 3 ദിവസം കഴിഞ്ഞിട്ട് ഇനി നമ്മളിതിൽ മസാല ഇടുള്ളൂ. അപ്പോൾ ഇത് 3 ദിവസം കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി. നമ്മൾ ദിവസം 2 നേരം അത് കുലുക്കി കൊടുക്കണം. അപ്പോൾ ഇത് 3-ാം ദിവസം നമ്മളിതിൽ ഇനി മുളക് പൊടി മസാലയൊക്കെ ചേർക്കാം. അപ്പോൾ ഇതിൽ കണ്ടോ വെള്ളമൊക്കെ ഇറങ്ങി വന്നിരിക്കണം. കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ, നല്ലെണ്ണയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കായവും ഉലുവയും നമുക്ക് വറുത്തെടുക്കാം. കായ ഉലുവയാണ് ഇത്. ഒരു 4 ടീസ്പൂൺ ഉലുവ, ഒരു വലിയ കഷ്ണം കായം. ഇതിലേക്ക് ഉലുവ ഇത് നമുക്കത് കോരിയെടുക്കാം. ഇതേ എണ്ണയിലേക്ക് നമ്മൾ ബാക്കി നല്ലെണ്ണ ഒഴിക്കാൻ കേട്ടോ. ഇത് ഒരു 3/4 ലിറ്ററോളം ഒഴിക്കാം. ലിറ്ററോളം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ നല്ലെണ്ണ നല്ല ചൂടായ പിന്നെ ഇപ്പം ഈ എണ്ണ നല്ല ചൂടായി ഇരുന്ന് കണ്ട പുക വരാൻ തുടങ്ങി. അപ്പം നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇതിൽ ചേർക്കാൻ കുറച്ച് പൊടികളുണ്ട്. ഇത് കടുക് പൊടിച്ചതാണ് കേട്ടോ. ഒരു 400 ഗ്രാം കടുക് കഴുകി ഉണക്കി നമ്മൾ മിക്സിയിൽ പൾസ് മോഡലാക്കിയിട്ട് അതിൻ്റെ ഉമി കളയണം. ഉമി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് പൊടിച്ചത് 1.5 കപ്പ് 250 ml 1.5 കപ്പ് മുളക് പൊടി ചേർത്തുന്നു. ഇത് മിക്സ് ചെയ്താണ്. പിന്നെ ഇതിലൊരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച കായ ഉലുവയും പൊടിച്ചതാണ്. ഇതിൽ 1.5 കപ്പ് പിന്നെ മുളക് പൊടി ചേർത്തു. ഇതിൽ വീഡിയോ പെട്ടിട്ടില്ല, അതാണത്. കൈ തൊടേണ്ട ഒരു ചൂടാണ്. അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇപ്പോൾ ഈ എണ്ണ ഇളം ചൂടേ ഉള്ളൂ കേട്ടോ, ലൈറ്റ് ചൂടേ ഉള്ളൂ. കൈ നല്ല നമുക്ക് മുക്കാം. ഈ ചൂടാകുമ്പോൾ നമുക്ക് ഇതിൽ മുളക് പൊടിയും കടുക് പൊടിയും കൂടി ഒഴിച്ച് അത് ഇടാം. ഒപ്പം തന്നെ കായ ഉലുവയും പൊടിച്ചത് അതും ഇടാം. ഇനി ഇത് നല്ല തണുക്കണം. നല്ല തണുത്ത ശേഷം നമുക്കിതിൽ മാങ്ങ കഷ്ണം ചേർക്കാം. ആ എണ്ണ മസാലയൊക്കെ ഇട്ട് വെച്ച എണ്ണ നന്നായി തണുത്തു. അതിൽ നമ്മൾ ഈ കുപ്പിയിലാക്കി വെച്ചിരുന്ന മാങ്ങ കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഇളക്കിയതാണിത്. ഇത് ഇനി വൃത്തിയുള്ള ഒരു നല്ല ഉണക്കിയെടുത്ത നല്ല കഴുകി ഉണക്കിയ ഒരു കുപ്പിയിലാക്കി വെച്ച 2 കൊല്ലം കേട് വരാതിരിക്കും. ഇത് ആന്ധ്രക്കാരുണ്ടാക്കുന്നതാണ്. ആവക്കാന്ന് പറയും അവർ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഒപ്പം തന്നെ പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.